Okay, now we are just moving into the last session of the respiratory system, that is mechanism of respiration. From birds in the case, except the flightless birds fly ചെയ്യുമ്പോൾ ഒരു റെസ്പിറേറ്ററി മെക്കാനിസം ഉണ്ട്. ബേർഡ്സ് റെസ്റ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യാത്തപ്പോൾ റെസ്റ്റിംഗ് ഇറ്റ് ഡസൻ മീൻ when it is immovable or when it is not moving, rather is when it is not flying. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മെക്കാനിസം ഉണ്ടാവും, അല്ലാത്തപ്പോൾ ഒരു മെക്കാനിസം. അങ്ങനെ രണ്ട് ടൈപ്പ് മെക്കാനിസമാണ് നിങ്ങൾക്ക് റെസ്പിറേറ്ററി മെക്കാനിസം പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിൽ ബ്രീത്തിങ് ഇൻ ബേർഡ്സ് ഇസ് മെനി പെക്യൂലിയാരിറ്റീസ്. നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു ഡയഫ്രം ആബ്സെൻ്റ് ആണ് എന്നുള്ളത്. സോ ഇറ്റ്സ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇതിൻ്റെ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മളൊക്കെ പോലെ തന്നെ ലാർജ് സർഫസ് ഏരിയ ഉണ്ട് in case of the lungs, which is mean for the gaseous exchange. നമ്മൾ എയർ കാപ്പിലറീസ് കണ്ടു നേരത്തെ ലങ്സിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ. നൗ വേറൊരു കാര്യം നമ്മൾ ഇനീഷ്യലി തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞതാണ്, ഇതിൻ്റെ കേസിൽ എക്സ്പിരേഷൻ ആണ് ആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻആക്റ്റീവ് പ്രോസസ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ എനർജി കൺസ്യൂമിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി എക്സ്പിരേഷൻ. The breathing mechanism is like that of the suction pump. അല്ലേ, സക്ഷൻ പമ്പ് എന്ന് പറയുന്നത് അല്ലേ, സക്ഷൻ പമ്പ് എന്ന് പറയുമ്പോൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എയർ സക്ക് ചെയ്തെടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് റെസ്റ്റ് ഫ്രം ദ ഡ്യൂറിങ് ഫ്ലൈറ്റ്. നമുക്കത് അങ്ങനെയാണ് വ്യത്യാസം എന്ന് നോക്കാം. സോ വെന്റിലേഷൻ ഡ്യൂറിങ് ദ റെസ്റ്റ്, ഫ്ലൈയിങ് സമയത്തല്ല, അല്ലാത്ത സമയത്ത്. സോ വെൻ ദാറ്റ് പെർട്ടിക്കുലർ ഓർഗാനിസം ഈസ് അറ്റ് റെസ്റ്റ്, അതിൽ തന്നെ സ്റ്റേണം റൈസ് ചെയ്യും, ഫോൾ ചെയ്യും. എന്ന് വെച്ചാൽ മുകളിലേക്കും താഴോട്ടും സ്റ്റേണം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബൈ ദി ആക്ഷൻ ഓഫ് അബ്ഡോമിനൽ ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുന്നത് ഇന്റേണൽ എക്സ്റ്റേണൽ നിങ്ങൾ അതേ മെക്കാനിസം കേട്ടോ, നിങ്ങൾ ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന റെസ്പിറേറ്ററി മെക്കാനിസം. എക്സ്റ്റേണൽ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് നോക്കാം. നിങ്ങൾ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും അല്ലേ. ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ അല്ല കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് വരും. ക്ലിയർ ആണല്ലോ, ഇത് താഴോട്ട് വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു, എക്സ്പിരേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ എനർജി റിക്വയറിങ് പ്രോസസ്, ആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ ആണ് അവിടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്പിരേഷൻ്റെ സമയത്ത്. അതുകൊണ്ട് ഇതിൻ്റെ കോൺട്രാക്ഷൻ എന്ത് വേണം? ATP വേണം. അപ്പോൾ അതുകൊണ്ട് ആക്റ്റീവാണ്. ഇത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും അല്ലേ, സ്റ്റേണം അല്ലെങ്കിൽ റിബ്സ് മുകളിലേക്ക് പോകും. അപ്പം അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ എയർ സ്പേസ് കൂടും, അതാണ്. അപ്പം ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് ഇതിൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എക്സ്പിരേഷൻ ആക്റ്റീവ് പ്രോസസ് ആയിട്ട് അവിടെ മാറിയത്. അപ്പം സ്റ്റേണം മുകളിലേക്കും താഴോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് തൊറാസിക് ക്യാവിറ്റിയിലുള്ള വോളിയം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. വോളിയം കുറക്കാൻ വേണ്ടിയിട്ടാണ് എനർജി റിക്വയറിങ് പ്രോസസ്സ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ഷൻ ആവശ്യം. അല്ലാത്തപ്പം ഇത് റിലാക്സ് ചെയ്യുമ്പോഴാണ് വോളിയം കൂടുന്നത്. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. So during inspiration, the sternum is lowered, the air sacs expand and the lungs are compressed. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രഷർ കൂടും, പുറത്തേക്കാൾ പ്രഷർ കൂടും. അപ്പം പ്രഷർ കൂടിയ അകത്ത് നിന്ന് പുറത്തേക്ക് എയർ പോകും. സ്റ്റേണം മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലോ, ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിക്കും, അകത്തെ വോളിയം കൂടും. അകത്തെ വോളിയം കൂടുമ്പോൾ എയർ പ്രഷർ എന്ത് ചെയ്യും? ലങ്സ് റിലാക്സ്ഡ് ആവും, എയർ പ്രഷർ കുറയും. അപ്പം എക്സ്റ്റേണൽ എയർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും ഇന്റേണൽ എയർ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ പുറത്ത് നിന്നും അകത്തേക്ക് പോകും. അപ്പോൾ സ്റ്റേണും ഇതും കംപ്രസ്ഡ് ആവുമ്പോൾ, ലങ്സും കംപ്രസ്ഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ മൂവ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇറ്റ് വിൽ ബി മൂവിങ് ത്രൂ നോസ്ട്രിൽസ്, ട്രക്കിയ ആൻഡ് മീസോബ്രോങ്കസ് ഇൻ ടു ദി പോസ്റ്റീരിയർ എയർ സാക്സ്. അത് നേരിട്ട് പുറത്തേക്കും അകത്തേക്കും പോകില്ല നമ്മളെ പോലെ, മറിച്ച് എയർ സാക്സിൻ്റെ അകത്തേക്ക് പോയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരിക. സോ ഫ്രഷ് എയർ മൂവ്സ് ത്രൂ ദി നോസ്ട്രിൽസ്, ട്രക്കിയ ആൻഡ് മീസോബ്രാങ്കസ് ഇൻ ടു ദി പോസ്റ്റീരിയർ എയർ സാക്സ്. അറ്റ് ദ സെയിം ടൈം എയർ ഓൾറെഡി പ്രസൻറ്റ് ഇൻ ദ ലങ്സ് മൂവ്സ് ടു ദി ആൻറ്റീരിയർ എയർ സാക്സ്. ക്ലിയർ ആണല്ലോ. എയർ നമ്മൾ ഈ പറഞ്ഞ മെക്കാനിസത്തിൽ ഉള്ളിലെ പ്രഷർ കുറയുമ്പോൾ ഇൻറ്റേർണലി പോകുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ലങ്സിൽ എയർ ഉള്ളത് എന്ത് ചെയ്യുന്നു? പോസ്റ്റീരിയർ എയർ സാക്സിലേക്ക് മൂവ് ചെയ്യും. വരുന്ന ആൾ ആൻറ്റീരിയർ എയർ സാക്സിലേക്ക് നിൽക്കും. ഇത് തിരിച്ച് അങ്ങോട്ട് പാസ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം.
air already present in the lungs moves through the anterior air sacs. So that will be Y. അപ്പം മീസോബ്രാങ്കസിൽ കൂടെ നേരെ പോസ്റ്റീരിയറിലേക്ക് പോകുന്നു, അവിടെ ഉള്ളത് ആൻറ്റീരിയറിലേക്ക് പോകുന്നു, ആൻറ്റീരിയറിൽ നിന്ന് നേരെ തിരിച്ച് പുറത്തേക്ക് പോകുന്നു, അങ്ങനെയാണ് വരിക. അപ്പം ഈ ഒരു സൈക്ലിംഗ് മെക്കാനിസം കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഡ്യൂറിങ് എക്സ്പിറേഷൻ ദ സ്റ്റേർണം ഈസ് റൈസ്ഡ്, ദ എയർ സാക്സ് ആർ കംപ്രസ്ഡ് ആൻഡ് ലങ്സ് ആർ എക്സ്പാൻഡ്. Now air high in O2 content moves from posterior air sacs into the lungs, and the stale air from anterior air sacs move into the mesobronchus, the trachea, and then out through the nostrils. എപ്പോഴും ശ്രദ്ധിക്കുക, ആൻറ്റീരിയർ എയർ സാക്സ് ഉൾക്കൊള്ളുന്നത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എല്ലാം, മറിച്ച് ഓക്സിജൻ ഡിപ്രൈവഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് നടന്നതിന് ശേഷമുള്ള എയർ ആയിരിക്കും. പോസ്റ്റീരിയർ എയർ സാക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്സിജൻ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ബിഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള എയറിനെ ആയിരിക്കും. ഇനി ഫ്ലൈയിങ്ങിൻ്റെ സമയത്താണെങ്കിൽ അവിടെയുള്ള വെന്റിലേഷൻ എന്ന് പറയും, നമ്മൾ വിങ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിങ് വീശുമ്പോൾ ഈ ബാക്ക് സൈഡ് എന്ത് ചെയ്യും, മുകളിലേക്കും താഴോട്ടും മൂവ് ചെയ്യും. അവിടെ സ്റ്റേണത്തിന് യാതൊരു കാര്യമില്ല, കാരണം ഫ്ലൈയിങ്ങിൻ്റെ സമയത്ത് സ്റ്റേണം മൂവ് ചെയ്യില്ല, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കുമായിരിക്കും, മൂവബിളായിരിക്കും. അപ്പം വിങ്സ് ഇങ്ങനെ മുകളിലേക്കും താഴോട്ടും ആക്കുമ്പോൾ ബാക്ക് സൈഡ് പൊന്തുകയും താഴുകയും ചെയ്യും. അപ്പം അതിലൂടെയാണ് ഉള്ളിലുള്ള വോളിയം കൂടുകയും കുറയുകയും ചെയ്യുന്നതും ഉള്ളിലുള്ള പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യുന്നതും. അതിൻ്റെ ബേസിൽ എയർ മൂവ് ഔട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ബേർഡ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ റെസ്പിറേറ്ററി റേറ്റ് എന്ത് ചെയ്യും, ഫാസ്റ്റ് ആവും. കാരണം എന്താണ്, ഇത് മുകളിലേക്ക് താഴോട്ടും പൊന്തുകയും താഴുകയും ചെയ്യുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അപ്പം എയർ അകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ഫാസ്റ്റ് റേറ്റിലായിരിക്കും. അപ്പോൾ എത്രത്തോളം ഫ്ലൈയിങ് സ്പീഡ് കൂടുന്നു അത്രത്തോളം റെസ്പിറേറ്ററി റേറ്റും സ്വാഭാവികമായിട്ടും കൂടും. അതാണ് ഫ്ലൈയിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ റെസ്പിറേറ്ററി മെക്കാനിസം എന്ന് പറയുന്നത്. രണ്ട് കൃത്യമായിട്ട് പഠിക്കുക, 5 മാർക്കിന് ചോദിക്കുന്നതാണ് എന്നുള്ളത് ഓർമ്മിക്കുക. പ്രത്യേകിച്ച് 2 മാർക്കിന് എന്ത് ചോദിക്കാം, ഹൗ ദ എയർ വെന്റിലേഷൻ ഹാപ്പൻസ് ഡ്യൂറിങ് ദി ഫ്ലൈറ്റ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതോടുകൂടിയിട്ട് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു.